സർ, വൈസ് പ്രിൻസിപ്പൽ സർ, അധ്യാപകരെ, എൻ്റെ പ്രിയ സഹപാഠികളെ, എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ സ്വാതന്ത്ര്യ ദിനാശംസകൾ. ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന്റെ കരാള ഹസ്തങ്ങളിൽ നിന്നും നമ്മുടെ ഭാരതം സ്വാതന്ത്ര്യം നേടി ഇന്നേക്ക് 78 വർഷം. 1947 ആഗസ്റ്റ് 15 ഓരോ ഇന്ത്യക്കാരനും സ്വാതന്ത്ര്യത്തിന്റെ അനന്ത വിനായത്തിലേക്ക് പറന്നുയർന്ന ദിനമാണ്. ഇന്ത്യക്കാരുടെ പുനർജന്മത്തിന്റെ ദിനം. ആ പുണ്യദിനം നാം ഓർക്കുകയും ആഘോഷിക്കുകയും ചെയ്യുമ്പോൾ ഭാരതത്തോടുള്ള കൂടും സ്നേഹവും നമ്മിൽ പ്രകടമാകുന്നു. നാം ഇന്ന് അനുഭവിക്കുന്ന ഈ സ്വാതന്ത്ര്യം അനേകം പുണ്യാത്മാക്കളുടെ കഠിനാധ്വാനത്തിന്റെയും ജീവത്യാഗത്തിന്റെയും ഫലമാണെന്ന് നാം ഒരിക്കലും വിസ്മരിക്കരുത്. രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിയുടെയും നേതാജി സുഭാഷ് ചന്ദ്രബോസിന്റെയും ജവഹർലാൽ നെഹ്റുവിന്റെയും ഓർമ്മകൾക്ക് മുൻപിൽ നമുക്ക് പ്രണാമം അർപ്പിക്കാം. വളരെ ചെറുപ്പത്തിൽ തന്നെ രാജ്യത്തിന് വേണ്ടി പോരാടി ജീവൻ നഷ്ടപ്പെട്ട ഭഗത് സിംഗ്, ഖുദിറാം ബോസ്, ചന്ദ്രശേഖർ ആസാദ് എന്നിവരെ സ്മരിക്കാതെ ഒരു സ്വാതന്ത്ര്യദിന ആഘോഷവും പൂർണ്ണമാവുകയില്ല. സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു ഡൽഹിയിലെ ചെങ്കോട്ടയിൽ ഇന്ത്യൻ പതാക ഉയർത്തി. അന്ന് അദ്ദേഹം തന്റെ പ്രസിദ്ധമായ പ്രസംഗം നടത്തി. ട്രസ്റ്റ് വിത്ത് ഡെസ്റ്റിനി എന്നായിരുന്നു അത് അറിയപ്പെട്ടത്. 1947 നിന്നും 2024 എത്തിയപ്പോൾ ഇന്ത്യ വളർച്ചയുടെ പടവുകൾ ചവിട്ടി കയറുകയാണ്. ചന്ദ്രയാനും മംഗൾയാനും ആദിത്യയാനുമെല്ലാം ഇവയുടെ നേർക്കാഴ്ചകളാണ്. ലോകത്തിലെ ഏറ്റവും വലിയ 4ാമത്തെ പ്രതിരോധ ശക്തിയായി ഇന്ത്യ മാറിയെന്നതിൽ നമുക്ക് അഭിമാനിക്കാം. നാനാത്വത്തിൽ ഏകത്വമാണ് നമ്മുടെ ഏറ്റവും വലിയ സവിശേഷത. ഇന്ത്യ 78ാം സ്വാതന്ത്ര്യ ദിനം ആഘോഷിക്കുമ്പോൾ നമുക്ക് അഭിമാനിക്കാം, സന്തോഷിക്കാം. അഴിമതികളും ഭിന്നതകളും കലഹങ്ങളുമില്ലാത്ത ഇന്ത്യയാണ് എന്റെ സ്വപ്നം, നമ്മുടെ സ്വപ്നം. ആ സ്വപ്നം സാക്ഷാത്കരിക്കാൻ നമുക്ക് സാധിക്കട്ടെ എന്ന് ആഹ്വാനം ചെയ്തുകൊണ്ട്